വർഷത്തിലേക്ക് വലതുകാലെടുത്ത് വയ്ക്കുകയാണ് പിണറായി സർക്കാർ. മൂന്നാം തവണയും പിണറായി സർക്കാർ LDF സർക്കാർ വന്നാൽ കേരളം മുടിയുമെന്ന് നാഴികയ്ക്ക് 100 വട്ടം മൈക്ക് കെട്ടി പ്രചരിപ്പിക്കുന്നവരാണ് നിങ്ങളുടെ പ്രചരണ വാഹനം, നിങ്ങളുടെ കാൽനട ജാഥ ഒക്കെ കടന്നു പോകുന്നത് കുണ്ടും കുഴിയുമൊക്കെ ഓർമ്മയായ വിശാലമായ ദേശീയ സംസ്ഥാന പാതകൾ കൂടിയാണല്ലോ അല്ലേ. വെയിൽ കൊണ്ട് തളരുമ്പോൾ ദാഹജലവും ഭക്ഷണവും പാതയോരത്ത് ആവശ്യത്തിനൊക്കെ ഉണ്ടല്ലോ അല്ലേ. ജാഥകൾക്കിടയിൽ അസ്വസ്ഥ തോന്നിയാൽ ഒന്ന് വിശ്രമിക്കാൻ വഴിയോര തണൽ കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ അല്ലേ. അല്ലെങ്കിൽ കിഫ്ബിയുടെ സ്കൂളുകൾ കെട്ടിയിട്ടുണ്ട്. ഒന്ന് കയറി ആ തിണ്ണയിലിരുന്ന് വിയർപ്പ് മാറ്റുകയെങ്കിലും ചെയ്യാം. അങ്ങനെയെങ്കിലും ആ സ്കൂളുകൾ ഒന്ന് കാണാമല്ലോ. ഒട്ടും വയ്യെങ്കിൽ വെളിപ്പുറത്ത് തന്നെ സർക്കാർ ആരോഗ്യ സേവനങ്ങളുമുണ്ട് അല്ലേ. പിന്നെ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് BJPക്ക് പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാർ ആശുപത്രികളെക്കുറിച്ച് ചോദിക്കാനില്ല, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് ചോദിക്കാനില്ല, പൊതുഗതാഗത സൗകര്യങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ല, മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ള പ്രശ്നം ഒന്നും ഒരിടത്തും ചൂണ്ടിക്കാണിക്കാനില്ല, വൻകിട പദ്ധതികളുടെ മെല്ലെപ്പോക്കിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, സ്വജനപക്ഷപാതം, അഴിമതി തുടങ്ങിയ ആരോപണങ്ങൾ ഒന്നും തൽക്കാലത്തേക്കില്ല. ആകെയുള്ള പരാതി ഇപ്പോൾ അർജന്റീന ടീമിനെ മെസ്സി അടക്കം കൊണ്ടുവരുമോ എന്നുള്ളതാണ്. അതിലും സ്പോൺസർഷിപ്പ് ഏറ്റവരല്ല പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതങ്ങനെ ആയിരിക്കട്ടെ, അത് ഒരു തരത്തിൽ നല്ലതാണ്. മുഖ്യനാണെന്ന നിലയിൽ തീർച്ചയായും അർജന്റീന ടീം വരാത്തതിൽ ധാർമ്മിക ഉത്തരവാദിത്വവും പിണറായി സർക്കാരിന് തന്നെയാണ്. കാരണം 300 കോടി രൂപ മുടക്കുമെന്ന് സ്പോൺസർ നൽകിയ ആ വലിയ ഉറപ്പും, അതൊരു സർക്കാർ വിരുദ്ധ മാധ്യമ ടീമായിട്ട് കൂടി പിണറായി സർക്കാർ താഴെയിറങ്ങാൻ നാഴികയ്ക്ക് 100 വട്ടം മുറവിളി കൂട്ടുന്ന ഒരു മാധ്യമമായിട്ട് കൂടി സർക്കാർ അത് മുഖവിലക്കെടുത്തു. അതാണ് സർക്കാരിൻ്റെ മാധ്യമധർമ്മം. സർക്കാരിന് ചെയ്യാനുള്ളത് മെസ്സിക്കും ടീമിനും സുരക്ഷ ഒരുക്കുക, സ്വീകരണം നൽകുക എന്നതാണ്. പ്രതിപക്ഷവും അംഗീകരിച്ചല്ലോ സംസ്ഥാനത്തിൻ്റെ നാഥനാണ് മുഖ്യമന്ത്രിയെന്ന് ഇതിലൂടെയെങ്കിലും. ഇതിനേക്കാൾ പിണറായി സർക്കാരിന് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ അംഗീകാരം പ്രതിപക്ഷം നൽകേണ്ടത് മറ്റെന്തിലാണ്? അതെ, LDF തുടരുക തന്നെ ചെയ്യും, നവകേരളം പുലരുക തന്നെ ചെയ്യും. പിന്നൊന്ന് വ്യക്തമായി പറയാനുണ്ട്, 3ാം റെയിൽപാത എന്നൊന്നില്ല എന്ന് വ്യക്തമായ സ്ഥിതിക്ക് 3ാം പാത എന്നത് ഒരിക്കലും നടക്കാത്ത, അപ്രായോഗികമായ, അസംബന്ധമായ ഒന്നാണെന്ന് മനസ്സിലാക്കാൻ അധികം വിദ്യാഭ്യാസമൊന്നും ആർക്കും വേണ്ട. 3ാം പാതയുണ്ടാക്കാൻ എറണാകുളം, തൃശ്ശൂർ, കൊല്ലം തുടങ്ങിയ കോർപ്പറേഷനുകൾ മൊത്തമായി ഇന്ത്യൻ റെയിൽവേക്ക് എഴുതി കൊടുക്കേണ്ടി വന്നേനെ എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ നിലവിലുള്ള റെയിൽപാതയുടെ ഗൂഗിൾ മാപ്പ് മാത്രം നോക്കിയാൽ മതി. ഇതറിയാമായിരുന്നിട്ടും ഒരു പാർട്ടി യോഗത്തിലും പ്രതിപക്ഷം അത് പറഞ്ഞില്ല. 3ാം പാത മതി, സിൽവർ ലൈൻ വേണ്ട എന്ന് പാട്ടും പാടി നടന്ന കോൺഗ്രസ്സുകാരോട് ഇടതുപക്ഷത്തിനൊരു മുഷിപ്പുമില്ല. രാഷ്ട്രീയമാണല്ല, മറ്റൊന്നുമല്ലല്ലോ. അവരും ജയിക്കാൻ തന്നെയാണ് ഇതൊക്കെ പാടുപെടുന്നത്. പക്ഷേ ഒരല്പം ഹോംവർക്ക് ചെയ്യണം. 3ാം പാത എന്ന അസംബന്ധത്തെ ഒന്ന് നഖം കൊണ്ട് പോലും ചുരുണ്ടി നോവിക്കാതെ പൊതിഞ്ഞു സൂക്ഷിച്ച കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത് സത്യം സത്യമായി തന്നെ തുടരും. എത്ര അസത്യം പറഞ്ഞാലും അത് മറനീക്കി പുറത്തു വരും എന്ന് തന്നെയാണ്. മാധ്യമപ്രവർത്തിയിൽ കള്ളവും പക്ഷപാതവും സ്വജനപ്രീതിയും ദുരാഗ്രഹവും അത്യാഗ്രഹവും ഒന്നും പാടില്ല. കണ്ടത്, കയ്യിൽ തെളിവുള്ളത്, സത്യത്തിന് നിരക്കുന്നത് വിളിച്ചു പറയുക എന്നത് തന്നെയാണ് മാധ്യമപ്രവർത്തനം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ 3ാം പാതയും ചീറ്റിപ്പോയ സ്ഥിതിക്ക് ഇനി പ്രതിപക്ഷം എന്ത് പറയുമെന്നാണ് ഇപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.